നമസ്കാരം. ബജറ്റിൽ ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എത്ര രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നേടാമെന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ്. കൃത്യമായ ആസൂത്രണമുണ്ടെങ്കിൽ 13.70 ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ടതില്ല. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും NPS നിക്ഷേപവും വഴി ഈ ഇളവ് നേടാനാകും. 2024 കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച സെക്ഷൻ 18 CCD അനുസരിച്ച് ജീവനക്കാർക്ക് നാഷണൽ പെൻഷൻ സ്കീമിൽ നിക്ഷേപിക്കുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ 14% വരെയുള്ള തുകയ്ക്ക് നികുതി അടയ്ക്കേണ്ടതില്ല. NPS-ൽ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിവർഷം 13.7 ലക്ഷം രൂപ സമ്പാദിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ നികുതി ഭാരം 96,000 രൂപ വരെ കുറയ്ക്കാനും സാധിക്കും. എന്നിരുന്നാലും തൊഴിലുടമ അവരുടെ കമ്പനി വാർഷിക പാക്കേജിൽ NPS-ൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, വാർഷിക വരുമാനം 13.7 ലക്ഷം രൂപയാണെന്നും അടിസ്ഥാന ശമ്പളം 6.85 ലക്ഷം രൂപയാണെന്നും കരുതുക. തൊഴിലുടമയുടെ പാക്കേജ് വഴി 95,900 രൂപ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് സംഭാവന ചെയ്യുന്നുവെന്ന് കരുതുക. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി പരിഗണിക്കുമ്പോൾ നികുതി അടയ്ക്കേണ്ട വരുമാനം ഗണ്യമായി കുറയുന്നുണ്ട്. അതുവഴി 13.7 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാകാനാകും. പുതിയ വ്യവസ്ഥയ്ക്ക് കീഴിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഇല്ലെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ നോക്കാം. ശമ്പള വരുമാനത്തിനുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. കുടുംബ പെൻഷന് കീഴിലുള്ള പരമാവധി കിഴിവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. സെക്ഷൻ 18 CCD പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനയുടെ കിഴിവിൽ ശമ്പളത്തിന്റെ 10% നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ 14% ഉയർത്തിയിട്ടുണ്ട്. ഒരു നികുതിദായകൻ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കാതെ നികുതി ഇളവ് ചെയ്യാവുന്ന തുകയാണ് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് നികുതി നൽകേണ്ട വരുമാനം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പണപ്പെരുപ്പം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതുക്കുന്നത്. അതേസമയം നികുതിദായകർക്ക് പഴയ നികുതി സമ്പ്രദായത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ 10 IA ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കണം. അതിൽ 3 ലക്ഷം വരെയുള്ള ശമ്പളത്തിനാണ് 0 നികുതി. 87A പ്രകാരം നികുതി റിബേറ്റ് 7 ലക്ഷം വരെ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. പുതിയ വ്യവസ്ഥയിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം വരെ നികുതിയില്ല. 7 ലക്ഷം വരെ 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി വരുന്നത്. രാജ്യത്തെ മധ്യവർഗക്കാർക്ക് ഏറെ ആശ്വാസകരമായിരുന്ന പ്രഖ്യാപനമായിരുന്നു ബജറ്റിൽ ആദായ നികുതി ഇളവിലൂടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നത്.